എന്താ ചായ വെള്ളം ഉണ്ടാക്കിയില്ലേ അമ്മ? ആ കുട്ടികളെ കുറച്ച് നേരത്തെ ഒരു 5 മണിക്കോ 6 മണിക്കൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവറ്റ് എന്തെങ്കിലും ഇരുന്ന് പഠിച്ചോളൂ. ഒരക്ഷരം അറിഞ്ഞുകൂടാ. ഒരിത്തിരി നേരത്തെ വിളിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും കേൾക്കില്ല. അതാ പോത്ത് പോലെ കിടന്നുറങ്ങാണ് രണ്ടെണ്ണം. വിളിച്ചിട്ട് എണീക്കണില്ല. മാ എന്താ നിങ്ങൾക്ക് ഇന്നിപ്പോ എന്താ പഴിച്ചത് പറയും? അരിയിൽ കല്ല് കൂടുതലാണ്. എന്താ പറ്റിയത് നിങ്ങൾക്ക് രണ്ടാൾക്കും? ഇതെന്താ നിങ്ങളുടെ മുഖം എന്താ ഇങ്ങനെ കടുതൽ കുത്തിയമാതിരി എന്താന്ന് ചോദിക്കണേ? ഒരു ഗ്ലാസ് ചായ കിട്ടുമോ? എന്തടി നോക്കി പേടിപ്പിക്കണത് നീ? നിന്നോടാ ചോദിച്ചു ഒരു ഗ്ലാസ് ചായ കിട്ടുമോന്ന്. ചായ തന്നെ മതിയോ? ആ കട്ടൻ ചായ അതല്ലേ സാധാരണ കുടിക്കുന്നത്. ഒരു ഗ്ലാസ് ചാരായ ആയാലോ? എന്നാ ഒരു ഗ്ലാസ് പോരാ, ഒരു കുപ്പി ചാരായം കൊണ്ട് കൊടുക്കവന്. അല്ല എന്താ നിങ്ങളെ രണ്ടാളെയും മനസ്സിൽ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മനസ്സിലൊന്നും വെച്ചിട്ടേ വേറൊരു രീതിയിൽ പെരുമാറാൻ എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള കാര്യമാണ്. എന്തിനു മനസ്സിൽ വെച്ച് നിന്റെ അടുത്ത് പെരുമാറുന്നത്? മനസ്സിൽ വെച്ച് പെരുമാറുന്നതല്ല. ഇന്നലെ നീ രാത്രി ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ്? എന്താ കാട്ടിക്കൂട്ടിയത്? ഞാൻ എന്താ കാണിച്ചത്? ഞങ്ങൾ അനുഭവിച്ചത് വരെ ഇനി ഒന്നുകൂടെ പറയിപ്പിക്കണം. എന്താ പറയാ നിങ്ങളെ? അത് പറയണ്ടേ മോനെ? ഇതൊരു കുടുംബമാണ്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഒരു പെറ്റ തള്ളയുണ്ട്. ഞങ്ങൾക്കൊരല്പം മനസമാധാനം വേണം. ദിവസം ഇവിടെ നീ കുടിച്ച് വഴക്കുണ്ടാക്കുന്നത് ശരിയല്ല. ഒരാങ്കൊച്ച് വളർന്നു വരികയാണ്, അവൻ അതാ കണ്ടുപഠിക്കുന്നത്. അമ്മയ്ക്ക് എന്താണ് അമ്മ ഈ പറഞ്ഞ കാര്യം തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു ചൊല്ലുണ്ട്, നായയുടെ വാല് കൊള്ളിട്ടല്ല, കേട്ടിട്ടില്ലേ? അതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. എന്ന് വെച്ചാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? എൻ്റെ മോനെ, നല്ലതായാൽ നല്ലതാണ്, എല്ലാവർക്കും നല്ലവനാവും. ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുത്. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. എന്താ നിങ്ങളൊക്കെ പറയണത് കേട്ട് കഴിഞ്ഞാല് കള്ളു കുടിച്ചിട്ട് ഞാനിവിടെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. ഈ നാട്ടിൽ വേറെ ആരും കള്ളു കുടിക്കില്ലല്ലോ. ഒരു ഗ്ലാസ് ചായ കിട്ടുമോ? ഒരു ഗ്ലാസ് ചായ കൊണ്ട് കൊടുക്ക. എനിക്ക് മനസ്സില്ല.